ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, എൻ്റെയും നിങ്ങളുടെയും സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനും നമ്മുടെ ഓരോ നിമിഷവും നമുക്കാവശ്യമായ എല്ലാം നൽകി നമ്മളെ സദാ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, സദാ നമ്മളെ പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അള്ളാഹുവിന് നമ്മുടെ ജീവിതം മുഴുവൻ നൽകണമേ എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ ജീവിക്കുന്ന ബുദ്ധിശാലികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, വീണ്ടും ഒരു ഹിജാബ് വിഷയം, മുസ്ലിം പെൺകുട്ടികളുടെ, മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണ വിഷയം വീണ്ടും ഒരു വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു സ്കൂളിലെ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് തട്ടമിട്ട് സ്കൂളിലേക്ക് പോകാനുള്ള അനുമതി നിഷേധിക്കപ്പെട്ടപ്പോൾ ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ പിതാവും രക്ഷിതാവും അതിനുള്ള അനുവാദം നൽകണമെന്നും ഞങ്ങൾക്ക് ഇസ്ലാമികമായ വസ്ത്രം ധരിച്ച് മാത്രമേ സ്കൂളിലേക്ക് വരാൻ പറ്റൂ എന്നും നിർബന്ധപൂർവം അറിയിച്ചിട്ടും അതിന് സമ്മതിക്കാതിരിക്കുകയും പിന്നീട് അതിനെ തുടർന്ന് പല പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയുണ്ടായതായി നമ്മൾ കണ്ടു. പക്ഷെ കുറച്ച് സമയങ്ങൾക്കകം ഈ പെൺകുട്ടിയും രക്ഷിതാവും മാറ്റിപ്പറയുന്ന ഒരു വാർത്തയാണ് നമ്മൾ കാണുന്നത്. ഹിജാബില്ലാതെ അല്ലെങ്കിൽ തട്ടമില്ലാതെ സ്കൂളിന്റെ നിയമം അനുസരിച്ച് സ്കൂളിലേക്ക് വരാൻ തയ്യാറാണെന്ന് ആ കുട്ടിയും രക്ഷിതാവും പറയുന്ന അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന, ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. ദുനിയാവിന്റെ ഒരു അപ്പകഷ്ണത്തിന് വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള ഇസ്ലാമിലെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ശിആർ, ഏറ്റവും നിർബന്ധമായിട്ടുള്ള ഒരു കൽപ്പന, അവസാനമില്ലാത്ത എന്നുമുള്ള ജീവിതത്തിന്റെ നഷ്ടമാക്കിക്കൊണ്ട്, അതിലേക്ക് വലിയ ദുഃഖമാക്കിക്കൊണ്ട്, വലിയ ഖേദമുണ്ടാക്കിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ട് നമ്മുടെ മുസ്ലിം പെൺകുട്ടികളും രക്ഷിതാക്കളും ഈ ഒരു നിലപാടിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത്. നമുക്കറിയാം, മുസ്ലിം ഉമ്മത്തിലും മുസ്ലിം സമുദായത്തിലും മുസ്ലിം പണ്ഡിതന്മാരുടെ ഇടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് മുഖവും മുൻകൈയുമല്ലാത്ത എല്ലാ ഭാഗങ്ങളും ഒരു മുസ്ലിം സ്ത്രീ മറക്കണമെന്നുള്ളത്. മുഖം മറക്കണോ വേണ്ടേ എന്നുള്ളതിൽ മാത്രമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അതേസമയം മുഖവും മുൻകൈയുമല്ലാത്ത എല്ലാ ഭാഗങ്ങളും സ്ത്രീ മറക്കണമെന്നുള്ളതിൽ മുസ്ലിം ഉമ്മത്തില് ഒരാൾക്കും എതിരഭിപ്രായമല്ല. എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ച് അഭിപ്രായപ്പെട്ടുള്ള, അല്ലെങ്കിൽ ഏക പണ്ഡിത അഭിപ്രായമുള്ള ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ട് മുസ്ലിം പെൺകുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ രക്ഷിതാക്കള് പിന്നോട്ട് മാറി നിൽക്കുന്നു എന്നുള്ള നമ്മൾ ആലോചിക്കണം. ഒന്നാലോചിച്ചു, ഈ ഒരു വിഷയം വന്നപ്പോ ഇതിന് വർഗീയ ധ്രുവീകരണമാണെന്ന് പറഞ്ഞിട്ട് ഈ പ്രശ്നത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ പ്രശ്നത്തിനെ ഇനി നീട്ടിക്കൊണ്ടുപോവേണ്ട, അതിലൂടെ ഇവിടെ വർഗീയ ധ്രുവീകരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രശ്നത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ സ്കൂളിന്റെ മാനേജ്മെന്റ് മാത്രമല്ല, ഇവിടുത്തെ മറ്റ് പൊതു സമൂഹം മുഴുവൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, ഒരു മുസ്ലിം സ്കൂളിലേക്ക്, മുസ്ലിം കലാലയത്തിലേക്ക് ഒരു ഹിന്ദു പൊട്ട് തൊട്ടുകൊണ്ട് വരരുത്, കുറി തൊട്ടുകൊണ്ട് വരരുത്, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി കുരിശുമാലയിട്ട് വരരുത് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുക, എന്തെല്ലാം വിവാദങ്ങളാണ് ഉണ്ടായിരിക്കുക. ആ വിവാദങ്ങളും പ്രശ്നങ്ങളും ആരും തീർക്കാൻ സമ്മതിക്കില്ല, ആളി കത്തിച്ചുകൊണ്ടേയിരിക്കും. അതേസമയം ഒരു മുസ്ലിമിന്റെ അടിസ്ഥാന ആവശ്യമായിട്ടുള്ള, അവന്റെ മൗലിക അവകാശമായിട്ടുള്ള തലമറക്കുക എന്നുള്ള ആ അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് ഒരു സ്കൂള് നിയമം ഇറക്കുമ്പോൾ അത് സ്കൂളിന്റെ നിയമമാണത്, പ്രശ്നമില്ല, ആ രക്ഷിതാക്കളും അതിന് അംഗീകരിച്ചിട്ടുണ്ട്, അല്ലെ ആ കുട്ടിയും അത് അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവപരമായിട്ടുള്ളൊരു വിഷയമുണ്ട്. എന്തുകൊണ്ട് മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണ വിഷയത്തിൽ, അല്ലെ ഹിജാബിന്റെ വിഷയത്തിൽ മാത്രം ഈ ആളുകളൊക്കെ ഒരുവിധം അഡ്ജസ്റ്റ്മെന്റിൽ
അല്ലെങ്കിൽ അവരൊക്കെ ഏകോപിക്കുന്ന ഒരു അവസ്ഥയിലെത്തുന്നു എന്ന് നമ്മൾ ആലോചിക്കണം. മുസ്ലിം സ്ത്രീയുടെ തട്ടമിടാതിരിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവളുടെ ഔറത്തുകൾ അവർ മറക്കാതിരിക്കുക എന്ന് പറയുന്നത്, അത് എത്രമാത്രം ഗുരുതരമായ വിഷയമാണ് എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ സ്ത്രീകളുടെ ഔറത്ത് പ്രകടിപ്പിക്കുക എന്നുള്ളത് ലോകത്ത് മനുഷ്യ ആരംഭം ഉണ്ടായ സമയത്ത് പിശാച് മനുഷ്യനെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള ഏറ്റവും ആദ്യത്തെ തിന്മയാണ്. ഫവസ്വസ ലഹുമ ശൈത്വാനു ലിയുബ്ദിയ ലഹുമാ മാ ഊരിയ അൻഹുമാ മിൻ സുആതിഹിമാ. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ഫവസ്വസ ലഹുമ ശൈത്വാനു, ശൈത്താൻ ആദ്യമായിട്ട് ആദം അലൈഹിസ്സലാമിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹവ്വയെയും വസ്വാസ് ചെയ്യുന്ന കാര്യം എന്താണ്? മാ ഊരിയ അൻഹുമാ മിൻ സുആതിഹിമാ. അവര് മറച്ചു വെച്ചിരുന്ന, അവരൊരിക്കലും കാണിക്കാൻ ആഗ്രഹിക്കാതിരുന്ന, ഒരിക്കലും കാണിക്കാതിരുന്ന അവരുടെ ഔറത്തിനെ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങൾ പ്രകടിപ്പിച്ചോളി എന്നുള്ളതാണ് ആദ്യമായിട്ട് പിശാച് മനുഷ്യന്റെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ തിന്മ എന്ന് പറയുമ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതിനുശേഷം പറയാണ്, വഖാല മാ നഹാകുമാ റബ്ബുകുമാ അൻ ഹാദിഹി ഷജറ ഇല്ലാ അൻ തകൂനാ മലക്കൈൻ. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ ഈ മരത്തിന്റെ അടുക്കൽ നിന്ന് നിങ്ങളെ വിലക്കിയത്, ആ മരത്തിന്റെ കനി കഴിക്കുമ്പോഴാണ്, പഴം കഴിക്കുമ്പോഴാണ് അവരുടെ ഔറത്ത് വെളിപ്പെടുന്നത്. ആ ഔറത്ത് വെളിപ്പെടുന്ന ആ പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല വിലക്കിയതിന്റെ കാരണമായിട്ട് പറയുന്നത് എന്താ? നിങ്ങളൊരു മലക്കുകളായി തീരാതിരിക്കാൻ വേണ്ടിയിട്ടാ. അതായത് നീ വലിയ പുണ്യാളത്തിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നീ വലിയ മുത്തക്കാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നീ കുറച്ച് ഈ മുടിയൊക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാല്, കുറച്ച് ഔറത്തൊന്നും കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല എന്നുള്ളത് ഇന്നത്തെ പെൺകുട്ടികളും ഇന്നത്തെ രക്ഷിതാക്കളും ഇന്നത്തെ സമൂഹം പറയുന്നുണ്ടെങ്കിൽ അത് ഈ പിശാചിന്റെ വർത്തമാനമാണ്. എത്രത്തോളം വെച്ചാൽ ഇല്ല അൻ തകൂന മലക്കൈൻ ഔ തകൂന മിനൽ ഖാലിദീൻ വഖാസമഹുമാ ഇന്നി ലകുമാ മിനൻ നാസിഹീൻ. പിന്നെ പിശാച് സത്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഉപദേശകരാണ്, നിങ്ങളുടെ ഗുണം ആഗ്രഹിച്ചുകൊണ്ട്, നിങ്ങളുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട്, നിങ്ങളുടെ നസീഹത്ത് ആഗ്രഹിച്ചുകൊണ്ടാണ് പറയുന്നത്. അതെ, നീ പഠനത്തിലൊക്കെ നിനക്ക് മുന്നേറാന്, നിനക്ക് വലിയ അവസരങ്ങൾ ലഭിക്കാന്, നിനക്ക് വലിയ ഉയരങ്ങളിൽ പോവാന് നീ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റിനൊക്കെ തയ്യാറാവണം. നിന്റെ ഗുണത്തിന് വേണ്ടിയിട്ടാ, നിന്റെ നന്മക്ക് വേണ്ടിയിട്ടാ ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് വരുന്നവര് പിശാചിന്റെ ഭാഷയാണ്, പിശാചിന്റെ വർത്തമാനമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഏറ്റവും ആദ്യമായിട്ട് ചെയ്യിച്ച തിന്മയായിട്ട് വിശുദ്ധ ഖുർആൻ ഈ കാര്യത്തെ പറയുമ്പോ എത്രമാത്രം ഗൗരവപ്പെട്ട വിഷയമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫദല്ലാഹുമാ ബിഗുറൂറിൻ, ഫദല്ലാഹുമാ, അല്ലാഹു വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഫദല്ലാഹുമാ. അങ്ങനെ ആ പിശാച് അവർ രണ്ടുപേരെയും കാണിച്ചു കൊടുത്തു, അവർ രണ്ടുപേരെയും നയിച്ചു. ബിഗുറൂറിൻ, വഞ്ചനയിലേക്ക്, ചതിയിലേക്ക്, കൊടും ചതിയിലേക്കാണ് നയിച്ചത്. ഫലമ്മാ ദാക ശജറ ബദത് ലഹുമാ സുആതുഹുമാ. അങ്ങനെ ആ മരത്തിന്റെ കായ് വശിക്കുമ്പോ അവരുടെ ഔറത്ത് വെളിപ്പെടുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് ഒരുപാട് ആയത്തുകളിലൂടെ പറയുന്നത്. പിന്നെ സ്വർഗത്തിലെ ഇല കൊണ്ട് അവരുടെ ഔറത്ത് മറക്കുന്നൊക്കെ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇത് പിശാചിന്റെ അനുയായികളുടെയും ഒരു പ്രവർത്തനമാണ്. ഈ മുസ്ലിം സ്ത്രീകളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഔറത്ത് പ്രകടിപ്പിക്കാനുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു വലിയ അജണ്ടയാണ്. ജെൻഡർ ന്യൂട്രൽ ഡ്രസ് കോഡ് ആവട്ടെ, ഇവിടെ എന്ത് രൂപത്തിലുള്ള യൂണിഫോമുകളും ഡ്രസ് കോഡുകളും കൊണ്ടുവരുമ്പോ അതിന്റെ പിന്നിൽ ഒരു വലിയ അജണ്ടയുണ്ട് എന്നുള്ള പരമ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ മറ്റൊരു ആയത്തിൽ പറയുന്നു, അലം അഹദ ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅബുദു ശൈത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങളോട് സൂറത്ത് യാസീൻ, നമുക്ക് സുപരിചിതമായ സൂറത്ത് യാസീനിലാണ് പറയുന്നത്, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, കുറ്റവാളികളെ, തെറ്റ് ചെയ്യുന്നവരെ, തിന്മ ചെയ്യുന്നവരെ നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, അലം അഹദ് ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ. നിങ്ങൾ ശൈത്താനെ ആരാധിക്കരുതെന്ന് നിങ്ങളോട് ഞാൻ വാഗ്ദാനം കരാർ ചെയ്തിട്ടില്ലേ? നിങ്ങൾ ശൈത്താനെ ഇബാദത്ത് ചെയ്യുന്നവരാവരുത് എന്ന് നിങ്ങളോട് ഞാൻ കരാർ ചെയ്തിട്ടില്ലേ എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കും. അതിന്റെ അർത്ഥം എന്താ? ഇതൊരു പൈശാചിക ആരാധനയുടെ ഒരു ഭാഗം
ഭാഗം കൂടിയാണ്. ഈ രൂപത്തിൽ നമ്മുടെ വസ്ത്രധാരണത്തിൽ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവുമ്പോൾ നമ്മൾ പിശാചിനെ അംഗീകരിക്കുന്നതിനപ്പുറം ഒരു ആരാധനയിലേക്ക് എത്തുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നിങ്ങൾ ആലോചിച്ചു, വിശുദ്ധ ഖുർആന് ഇവിടെ പൈശാചിക ആരാധനയെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ലോകത്തൊരു വലിയ ഒരു കൂട്ടമുണ്ട്. ആ കൂട്ടമാണ് ഇന്ന് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ലോകത്തിലെ സത്യാന്വേഷകര്, ചരിത്രകാരന്മാര് പറയുന്നു. എന്താണ് ആ ടീമിന്റെ, ആ ഒരു കൂട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ വിശ്വാസം എന്താണ്? അവരുടെ ആചാരം എന്താണ്? നമ്മുടെ നാടുകളിലും അതിന്റെ ആളുകളുണ്ട് എന്നുള്ളത് ഇവിടുത്തെ പത്രചാനലുകളിനെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവരുടെ ആരാധനയുടെ രൂപവും അവർ വിവരിക്കുന്നു. പൈശാചിക ആരാധനയാണ്, ഡെവിൾ വർഷിപ്പാണ്, പൈശാചിക ആരാധകരാണ് ഇവര്, ഈ മാസോണിസ്റ്റുകൾ എന്ന് പറയുന്നത്. എങ്ങനെയാണ് അവരുടെ ആരാധന രീതി എന്നറിയുമോ? സ്ത്രീകളെ നഗ്നമായി കിടത്തിക്കൊണ്ട് അതിന്റെ മുകളില് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പാനപാത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് ആണ് ഇവരുടെ ആരാധന നടക്കുന്നത്. അതായത് സ്ത്രീ നഗ്നത പ്രകടിപ്പിക്കുന്നതിലൂടെയാണ് അവർക്ക് അവരുടെ ദൈവത്തിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ പിശാചിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു സത്യമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്ന ഈ ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് ഇന്ന് നേർക്കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയാണ്. ഈ പൈശാചിക ആരാധകരാണെന്ന് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. അവരാണ് മസീഹ് ദജ്ജാലിന്റെ വരവിനായിട്ട് കാത്തിരിക്കുന്നത്. മസീഹ് ദജ്ജാലിന്റെ വരവിനായിട്ട് ലോകത്ത് എല്ലാവിധ ധാർമ്മികതകളും മൂല്യങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, ഒരു അരാജകത്വ ലോകത്തിന്റെ സൃഷ്ടിപ്പിന് വേണ്ടിയിട്ട് ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോളേജുകളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നൊക്കെ ഈ ധാർമ്മിക മൂല്യങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ കുൽസിതമായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഇതൊക്കെ ഒരു ലോക അജണ്ടയുടെ ഭാഗമാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ പാവപ്പെട്ട ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയക്കാരൊക്കെ ഇതിന്റെ ചട്ടുകങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുമപ്പുറം വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇന്നാ ജഅൽന ശയാതീന ഔലിയാ ലില്ലദീന ലാ യുമിനൂൻ. സത്യവിശ്വാസികൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ശൈത്താനിന്റെ സഹോദരങ്ങളായിട്ട്, കൂട്ടാളികളായിട്ട് ഞാൻ ആരെയാക്കി എന്നാണ് അള്ളാഹു പറഞ്ഞത്? ലില്ലദീന ലാ യുമിനൂൻ. മുഅ്മിനുകളല്ലാത്ത, വിശ്വാസികളല്ലാത്ത എല്ലാ ആളുകളെയും ഈ ശൈത്താനിന്റെ കൂട്ടാളികളായിട്ട്, സഹോദരങ്ങളായിട്ട് മാറ്റി. അതായത് അവർ അറിഞ്ഞോ അറിയാതെയോ ഈ ശൈത്താന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. മറ്റൊരു ആയത്തിൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇസ്തൗഹദ അലൈഹിമുശ് ശൈത്താനു ഫഅൻസാഹും ദിക്റുല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പ്രഖ്യാപിക്കുന്നു, ഉലൈക ഹിസ്ബുശ് ശൈത്താൻ, അത് ശൈത്താനിന്റെ പാർട്ടിയാണ്, ശൈത്താന്റെ ഒരു പാർട്ടി തന്നെയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ എത്ര ഗൗരവപ്പെട്ട വിഷയമാണെന്ന് ആലോചിക്കണം. അലാ ഇന്ന ഹിസ്ബുശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് ആവർത്തിച്ച് പറയുന്നു. ഈ ഒരു വിഷയം, ഈ ഒരു ആദമിന്റെയും ഹവ്വയുടെയും ഈ സംഭവം, അവരുടെ നഗ്നത പ്രകടിപ്പിക്കപ്പെട്ട ആ സംഭവം വിശുദ്ധ ഖുർആൻ എത്ര ആയത്തുകളിലൂടെയാണ് പറയുന്നത് നോക്കൂ. ഒരുപാട് ആയത്തുകളിലൂടെ ഇത് ആവർത്തിച്ച് പറയുന്നത് എന്തിനാ? ഓരോ മനുഷ്യനും, ഓരോ മുസ്ലിമും മുഅ്മിനും ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്, യാ ബനി ആദമ ലാ യഫ്തിനന്നകുമുശ് ശൈത്താൻ. മനുഷ്യരെ, മനുഷ്യ മക്കളെ, നിങ്ങളെ ശൈത്താൻ ഫിത്നയിലാക്കരുത്, നിങ്ങളെ ശൈത്താൻ ഫിത്നയിൽ അകപ്പെടുത്തരുത്, നിങ്ങൾ ശൈത്താന്റെ കെണിയിൽ, ഫിത്നയിൽ പെട്ടുപോകരുത് എന്ന് അള്ളാഹു പറയുമ്പോൾ അതിന്റെ കൂടെ പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? കമാ അഖ്റജ അബുവൈകും മിനൽ ജന്നതി യൻസി അൻഹുമാ ലിബാസുഹുമാ ലിയുരിയഹുമാ സുആതിഹിമാ. വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഏതുപോലെ കമാ അഖ്റജ അബുവൈകും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പിശാച് പുറത്ത് ചാടിപ്പിച്ചില്ലേ, അതുപോലെ എങ്ങനെയാണത്? യൻസി അൻഹുമാ ലിബാസുഹുമാ ലിയുരിയഹുമാ സുആതിഹിമാ, അവരുടെ വസ്ത്രത്തിനെ ഊരിക്കളഞ്ഞു, അവരുടെ ഔറത്തുകളെ കാണാൻ വേണ്ടിയിട്ട്, ഔറത്തുകൾ വ്യക്തമാകാൻ വേണ്ടിയിട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞിട്ടും എന്തേ ഈ ഉമ്മത്തിന് ബോധം വരാത്ത? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഉമ്മത്തിന് എന്താണ് തട്ടമഴിച്ചിടാൻ, തട്ടമൊഴിവാക്കാനും ഇസ്ലാമിക വസ്ത്രധാരണം ഒഴിവാക്കാൻ ഒരു മടിയുമില്ലാത്തത്? സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാണ് ഇസ്ലാം ഇങ്ങനെ ഒരു വസ്ത്രം നമുക്ക് നിഷ്കർഷിച്ചു തന്നിട്ടുള്ളത്? ഇതേതെങ്കിലും ഒരു ദൈവീകമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുണ്യ വസ്ത്രമായിട്ട് നമുക്ക് നൽകിയതാണോ? ഹിന്ദുക്കൾ ഇവിടെ സാരി ധരിക്കുന്നുണ്ട്. എന്താണ് ഈ സാരിയുടെ ചരിത്രം? എന്താണ്? ദേവദാസികളുടെ വസ്ത്രമായിട്ടാണ് സാരി ഇവിടെ നമ്മുടെ കൾച്ചറായിട്ട് മാറുന്നത്, ഇവിടെ ആളുകൾ ധരിക്കുന്നത്. ഒരു പുണ്യവസ്ത്രമായിട്ടാണത് ഇവിടെ സ്വീകരിക്കപ്പെടുന്നത്. അതേസമയം നമ്മൾ ധരിക്കുന്ന പർദ്ദയോ, ആ പർദ്ദ ഏതെങ്കിലും ഒരു പുണ്യസ്ത്രീയുടെ വസ്ത്രമാണോ? അതിനെന്തെങ്കിലും മതകീയമായ പശ്ചാത്തലമുണ്ടോ?
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ ബനി ആദം, ഏ മനുഷ്യരെ വീണ്ടും വിളിച്ചിട്ട് പറയുകയാണ്, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ, നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നത് എന്തിനാ? നിങ്ങൾക്ക് എന്തിനാണ് ഈ വസ്ത്രം തന്നിട്ടുള്ളത്? യുവാരി സൗആതികും, നിങ്ങളുടെ നഗ്നതകൾ മറക്കാൻ വേണ്ടിയിട്ടാ. വരീശൻ, നിങ്ങൾക്ക് അലങ്കാരവുമായിട്ടാണ്. നിങ്ങൾക്ക് അലങ്കാരവും നിങ്ങളുടെ ഔറത്തുകൾ മറക്കാൻ വേണ്ടിയിട്ടാണ് ഈ വസ്ത്രം തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളുടെ ഔറത്ത് മറക്കുന്ന, നമ്മളുടെ അലങ്കാരമാകുന്ന ഏതൊരു വസ്ത്രവും നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അതിനപ്പുറത്ത് നമുക്ക് യാതൊരു കണ്ടീഷനും ഇല്ല, ഇന്നതായിരിക്കണം, അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. നമ്മളുടെ ഔറത്ത് മറക്കുന്ന, നമുക്ക് ഭംഗി നൽകുന്ന ഏതൊരു വസ്ത്രവും നമുക്ക് ധരിക്കാമെന്നുള്ളത് വിശുദ്ധ ഖുർആൻ പറയുന്നു. മറ്റൊരിടത്ത് സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറയുന്നു, വല്ലാഹു ജഅല ലക്കും മിമ്മാ ഖലഖ ദിലാലൻ വജഅല ലക്കും മിനൽ ജിബാലി അക്നാനൻ വജഅല ലക്കും സറാബീല തഖീകും ഹർറ വസറാബീല തഖീകും ബഅസകും എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ എന്താണ് ഈ വസ്ത്രത്തിന്റെ ഉദ്ദേശം എന്നുള്ള വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി തരികയാണ്. വജഅല ലക്കും സറാബീല തഖീകുമുൽ ഹർറ വസറാബീല തഖീകും ബഅസകും, നിങ്ങളുടെ പ്രകൃതിയുടെ പ്രശ്നങ്ങളുണ്ടല്ലോ, ചൂട്, തണുപ്പ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ തടയാൻ വേണ്ടിയിട്ടും കൂടിയാണ് നിങ്ങൾക്ക് വസ്ത്രങ്ങളാക്കി തന്നിട്ടുള്ളത്. അതിനപ്പുറത്ത് വേറെ ലക്ഷ്യങ്ങളോ താല്പര്യങ്ങളൊന്നുമില്ല, അത് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല. തഖീകും ബഅസകും, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാവുമ്പോൾ ആ കുഴപ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രയാസപ്പെടുത്തുന്ന, നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാ. നമുക്കറിയാം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷന്റെ നോട്ടം എന്ന് പറയുന്നത്, പുരുഷന്റെ തെറ്റായിട്ടുള്ള രൂപത്തിൽ നോട്ടം എന്ന് പറയുന്നത് അവളെ പ്രയാസപ്പെടുത്തുന്നതാണ്. നമുക്കറിയാം, പുരുഷൻ എന്ന് പറയുന്നത് സ്ത്രീയോട് ആകർഷിക്കപ്പെടുന്നതാണ്. കാഴ്ചയിൽ തന്നെ സ്ത്രീയോട് വികാരം തോന്നുന്നതാണ് പുരുഷൻ എന്നുള്ളത്. ഇന്ന് മോഡേൺ സയൻസും ബയോളജിയും എല്ലാം ഒരു സംശയമില്ലാതെ തെളിയിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ആരെന്ത് പറഞ്ഞാലും അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഈ നോട്ടത്തിൽ നിന്ന്, ഈ പ്രയാസപ്പെടുത്തുന്ന കാര്യത്തിൽ നിന്ന് നിങ്ങളെ തടയിടാൻ വേണ്ടിയിട്ട്, നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ പ്രകൃതിയുടെ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാ ഒരു വസ്ത്രധാരണ രീതിയാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്ന, ഇസ്ലാം കൽപ്പിക്കുന്ന വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത്. ഈ ഒരു വസ്ത്രധാരണ രീതി ആര് കൊണ്ടുവന്നാലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അതിനപ്പുറത്ത് നമുക്ക് യാതൊരു താല്പര്യങ്ങളില്ല. അപ്പൊ ഈ രൂപത്തിലുള്ള ഒരു വസ്ത്രധാരണ ആവണമെങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ മുഖവും മുൻകൈയും അല്ലാത്ത എല്ലാ ഭാഗങ്ങളും മറക്കുന്നതായിരിക്കണം എന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഇവിടെ എത്ര വലിയ ലിബറലിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകളാവട്ടെ, അല്ലെങ്കിൽ ആൺ പെൺ ബന്ധങ്ങളിൽ യാതൊരു നിയന്ത്രണങ്ങളുടെ ആവശ്യവുമില്ല എന്ന് പറയുന്ന ഇവിടുത്തെ ലിബറലിസ്റ്റുകളെ, ഇവിടുത്തെ ഫെമിനിസ്റ്റുകളെ, അല്ലെങ്കിൽ ഫെമിനിസത്തിനെ പിന്താങ്ങുന്ന ആളുകളുണ്ടല്ലോ, ചെറുപ്പക്കാരുണ്ടല്ലോ, യുവാക്കളുണ്ടല്ലോ, അവരെ കുറിച്ചൊക്കെ അവരുടെ അടുത്ത സുഹൃത്തുക്കൾ പറയുന്ന വർത്തമാനം കേൾക്കണം. ഇവരൊക്കെ ആ പെൺകുട്ടികളെ കൂടെ ഇങ്ങനെ കളിക്കുകയും ചിരിക്കുകയും ചെയ്ത ശേഷം ഇവര് ഒറ്റയ്ക്കാവുന്ന സമയത്ത്, ഇവര് വേറെയാവുന്ന സമയത്ത് ഈ പെണ്ണിന്റെ നഗ്നതയെക്കുറിച്ചും അവളുടെ ആകൃതിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് പരസ്പരം ചിരിക്കുന്ന, സന്തോഷിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ കാണാൻ സാധിക്കുന്നതാണ്. എന്ത് തന്നെയാണെങ്കിലും, എത്ര വലിയ സമത്വത്തിന്റെ വർത്തമാനം പറഞ്ഞാലും, എത്ര വലിയ ലിബറലിസത്തിന്റെ വർത്തമാനം പറഞ്ഞാലും ആണ് പെണ്ണിന്റെ സൗന്ദര്യം ആസ്വദിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെ വൈകാരികമായിട്ട് കാണുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഈ വൈകാരികമായിട്ടുള്ള നോട്ടങ്ങളിൽ നിന്ന്, ഈ കാമ നോട്ടങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു വസ്ത്രധാരണ രീതിയാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക് അത് സ്വീകരിക്കാൻ കഴിയുന്നില്ല? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ വസ്ത്രം ധരിക്കുന്നതിന് തടസ്സമായിട്ട് വരുന്നത്? ഒരു ചർച്ചയിൽ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു ഇസ്ലാമിക് ഡിബേറ്റ് സംവാദകൻ, ഒരു ഇസ്ലാമിക ദായിയുടെ ഒരു പരിപാടിയിൽ ഒരു പെൺകുട്ടി ചോദിക്കുന്ന ചോദ്യം, അവർ പറയുന്ന ഒരു പ്രശ്നമായിട്ട് പറയുന്നത്, ഞങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വസ്ത്രം ധരിക്കുന്നത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ അട്രാക്റ്റീവായ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്നത് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാരാണ് അവരെ അങ്ങനെ പറഞ്ഞു പറ്റിക്കുന്നത്? അത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്, ഇവിടുത്തെ ലിബറലിസവും ഇവിടുത്തെ ഫെമിനിസവും അവരെ പറഞ്ഞു പറ്റിച്ചതാണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ആ വസ്ത്രധാരണത്തിനേക്കാൾ വലിയ കോൺഫിഡൻസ് നൽകുന്ന വേറെ വസ്ത്രധാരണമുണ്ട്. അത് വസ്ത്രം ധരിച്ച് വളരെ അഭിമാനത്തോട് കൂടിയിട്ട്, വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് ജീവിക്കുന്ന എത്ര ആളുകൾ, ലോകത്തിന്റെ ഉന്നതങ്ങളിലെത്തിയ എത്ര ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ശൈത്താൻ വഞ്ചനയിൽ അകപ്പെടുത്തുകയാണ്. ശൈത്താൻ ഇങ്ങനെ വസ്വാസാക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രകൃതിക്കിണങ്ങുന്ന, അവൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള, ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു വസ്ത്രധാരണ രീതിയാണ് ഇസ്ലാം നൽകിയിട്ടുള്ളത്. ഇത് ഓരോ പെൺകുട്ടിയും ഓരോ മുസ്ലിം സ്ത്രീയും അഭിമാനത്തോടെ പറയാൻ തയ്യാറാവണം. ഇന്ന് സമൂഹത്തിന് മുമ്പിൽ തുറന്നു പറയാൻ തയ്യാറാവണം. ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ നൽകുന്ന, എനിക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് നൽകുന്ന വസ്ത്രധാരണ രീതിയാണ് ഞാനിപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇതെന്റെ പ്രകൃതിയോട് ഏറ്റവും ഇണങ്ങുന്നതാണ്. ഇതെന്റെ മൗലിക അവകാശമാണ്. ഇതെന്റെ പ്രകൃതി വസ്ത്രധാരണ രീതിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും പറയാൻ തയ്യാറാവുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, വിശുദ്ധ ഖുർആന് നമ്മുടെ പ്രകൃതിക്കിണങ്ങുന്ന ഒരു വസ്ത്രധാരണ രീതിയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഈ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല, ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള എന്തൊരു കാര്യം എടുത്തു നോക്കുകയാണെങ്കിലും അത് നമ്മുടെ പ്രകൃതത്തിനിണങ്ങിയിട്ടുള്ള, മനുഷ്യ പ്രകൃതത്തിന് ഇണങ്ങിയിട്ടുള്ള, ഇവിടുത്തെ പ്രകൃതിക്ക് ഇണങ്ങിയിട്ടുള്ളതായിരിക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, നീ ദീനെ നേരെ ചൊവ്വെ നീ സ്വീകരിക്കണം, നീ ദീനെ പൂർണ്ണമായിട്ട് നീ ഏറ്റെടുക്കണം. കാരണം എന്താ? ദീൻ എന്ന് പറയുന്നത് എന്താ? ഫിത്രത്തുല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ, ഫിത്രത്തുല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ള പ്രകൃതമാണ് ദീൻ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ശുദ്ധ പ്രകൃതമാണ് ദീൻ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ശരിയായ പ്രകൃതം, ശുദ്ധമായ പ്രകൃതം, മാധ്യമങ്ങളും ഫെമിനിസവും ലിബറലിസവും മറ്റ് ഇസങ്ങളും മലിനീകരിക്കാത്ത ഒരു മനുഷ്യ മനസ്സ് പറയുന്ന യഥാർത്ഥമായ ജീവിത രീതിയാണ്, യഥാർത്ഥമായ വസ്ത്രധാരണ രീതിയാണ് ഇസ്ലാം പറയുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് പ്രകൃതിയുടെ മതമാണ്. ഫിത്രത്തുല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ ലാ തബ്ദീല ലിഖൽഖില്ലാഹ്. ആ സൃഷ്ടിപ്പില് യാതൊരു മാറ്റം, യാതൊരു ചേഞ്ചും വരുത്താൻ ഒരാൾക്കും അവകാശമില്ല എന്ന് വിശുദ്ധ ഖുർആന് അർത്ഥശങ്കയില്ലാതെ പറയുമ്പോ എന്തുകൊണ്ട് നമ്മൾ ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാവുന്നു? ആലോചിച്ച് നോക്കി, ഇത്ര ഗൗരവമായിട്ടുള്ള വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് നമ്മളോട് ഈ കാര്യം പറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇത് നിസ്സാരമായി തോന്നുന്നു? ഇതൊരു വലിയ ലോക അജണ്ടയുടെ ഭാഗമാണ്. ഈ നഗ്നത പ്രകടിപ്പിക്കൽ നമുക്കറിയാം, ഇന്നോ ഇന്നലെ തുടങ്ങിയാൽ എത്രയോ കാലമായിട്ട് ബുദ്ധിയുള്ള ആളുകൾക്ക്, യുക്തി ബോധമുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ എന്തുകൊണ്ട് പരസ്യങ്ങളിൽ ഈ സ്ത്രീകളെ കൂടുതലായിട്ട് കൊണ്ടുവരുന്നു. സ്ത്രീ നഗ്നത കൂടുതൽ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാ. ഈ പറയുന്ന ആളുകള് സ്ത്രീയെ കണ്ടാൽ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നഗ്നത പ്രകടിപ്പിച്ച പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുന്ന ആളുകൾ എന്താ പുരുഷന്മാരെ കൊണ്ടുവരാത്ത അതിന് പരമായിട്ട്? ഇതൊക്കെ കൃത്യമായിട്ട് ബുദ്ധിയുള്ള, നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാല് ചോറ് തിന്നുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്നതാണ് ഇതിന്റെ പിന്നിലൊക്കെ വളരെ നിഗൂഢമായ അജണ്ടകൾ, താല്പര്യങ്ങളുണ്ട് എന്നുള്ളത്. പക്ഷെ ഇതിന്റെ ഇരകളായിട്ട് നമ്മുടെ സഹോദരിമാർ, നമ്മൾ പെൺകുട്ടികളും ആയിത്തീരുന്നു എന്ന് പറയുന്നത് എത്ര ഗൗരവമായിട്ടുള്ള, എത്ര സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് ആലോചിച്ചു. ഇതേതോ അപ്പുറത്ത് നടക്കണമല്ലോ, നമ്മുടെ ഓരോരുത്തരെയും വീടുകളിൽ നടക്കുന്നതാണ്. ആരാണ് കുറ്റക്കാര്? നമ്മൾ തന്നെയാണ് അതിൽ കുറ്റക്കാര്, രക്ഷിതാക്കളാണ് അതിൽ കാരണക്കാര്. എത്ര ആളുകളെയാണ് ഞാനിവിടെ കാണുന്നത്, അവരുടെ വീട്ടിൽ നിന്നുള്ള പെൺകുട്ടികള് മദ്രസയിലേക്ക് പോകുമ്പോ നല്ല മറച്ചുകൊണ്ട് ഹിജാബ് കെട്ടിക്കൊണ്ട് പോകുന്നു. അതേസമയം സ്കൂളിലേക്ക് പോകുമ്പോഴോ ഇതൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് തോന്നിയ പോലെ വസ്ത്രം ധരിച്ചു പോകുന്നു. ഇത് ദീനുണ്ട് എന്ന് പറയുന്ന, ദീനിന്റെ ആളുകൾ എന്ന് പറയുന്ന വീട്ടിലെ പെൺകുട്ടികളുടെ വരെ അവസ്ഥയാണത്. ആലോചിക്കുക, എത്ര ഗൗരവപ്പെട്ട വിഷയമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഗൗരവപ്പെട്ട വിഷയമായിട്ട് പഠിപ്പിച്ചു തന്ന ഔറത്ത് മറക്കുക എന്നുള്ള വിഷയം നമുക്ക് എന്തുകൊണ്ട് നിസ്സാരമായി തീർന്നു? ഇനി ഈ സ്ത്രീകള് പുരുഷന്മാരെ പോലെ വസ്ത്രം ധരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അതിന്റെ വലിയ പ്രത്യാഘാതങ്ങൾ, ശിക്ഷകളെ കുറിച്ച് പറയുന്ന ഒരുപാട് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ടൊന്നും ഒരു പ്രശ്നവുമില്ലാതെ, ഒരു വിഷയവുമില്ലാതെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്ര ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നല്ല മാന്യമായിട്ട് ഇസ്ലാമികമായ വസ്ത്രം ധരിച്ച് കലാലയങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ അവകാശങ്ങൾ വരെ ഇവർ കാരണം നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ്, എപ്പോൾ മുതലാണ് ഈ സ്കൂളുകളിലും കലാലയങ്ങളിലും ഹിജാബുകൾ നിരോധിക്കപ്പെടുന്നത്? ഒരു കാലത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ ഈ അടുത്ത കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പ്രശ്നം ഉണ്ടായത്. അതിന് കാരണം എന്താ? നമ്മുടെ മുസ്ലിം പെൺകുട്ടികള് അവര് സ്വമേധയെ തട്ടം വലിച്ചെറിഞ്ഞു, ഇസ്ലാമിക വസ്ത്രധാരണങ്ങൾ വലിച്ചെറിഞ്ഞു, പാന്റും ഷർട്ടുമൊക്കെ ടീഷർട്ടുമൊക്കെ സ്വീകരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങുന്നത്. ഇനി ചില കലാലയങ്ങളിലൊന്നും ഇസ്ലാമിക വസ്ത്രം ധരിച്ച് പോകാൻ പറ്റില്ല.
കാരണം ശിക്ഷ ഇറങ്ങുമ്പോൾ അങ്ങനെയാണ്, അതെല്ലാവർക്കും അത് സ്വാലിഹീങ്ങൾ നല്ല ആളുകളിൽ പെടും. അപ്പൊ ഈ ആളുകളുടെ പ്രവൃത്തി കൊണ്ട് നമ്മളും അല്ലെങ്കിൽ നല്ല സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളും ഇതില് ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇവിടെ ഇതിന്റെ ഗുണപാഠെന്താ നമുക്ക്? ഞാനും എൻ്റെ പെണ്ണുങ്ങളും എൻ്റെ വീട്ടുകാരൊക്കെ എന്താണ് നല്ല ഇസ്ലാമികമായ വസ്ത്രമാണ് ധരിക്കുന്നത്, അത് മതി എന്നുള്ളതല്ല. എൻ്റെ കുടുംബക്കാര്, എൻ്റെ അയൽവാസികള്, എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ സുഹൃത്തുക്കളും ഇതുപോലെ ഇസ്ലാമികമായ വസ്ത്രം ധരിക്കുന്നവരായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഞാൻ അവരോട് പറയണം. ഈ പറച്ചില് നമ്മുടെ ഓരോരുത്തരുടെ നിർബന്ധ ബാധ്യതയാണ്. ഇത് ഏതെങ്കിലും പള്ളിയിൽ ഉസ്താദിന്റെ ഖതീബിന്റെ ബാധ്യത മാത്രമല്ല, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ്. ദഅവത്ത്, അതായത് അൽ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും നിർത്തിയതാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത്. ഈ സമൂഹം അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും, ഈ സമൂഹം അനുഭവിക്കുന്ന എല്ലാ ശിക്ഷകളുടെയും, എല്ലാ പരീക്ഷണങ്ങളുടെയും അടിസ്ഥാന കാരണം ഈ അംറു ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകറും ഒഴിവാക്കിയതാണെന്ന് വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ ചെയ്യാൻ തയ്യാറായില്ലേ, നമ്മളും ഈ ശിക്ഷകൾക്കൊക്കെ നമ്മൾ ഇരയാകേണ്ടി വരും. കുറെ കോവിഡ് പോലെ, വെള്ളപ്പൊക്കം പോലെയുള്ള പല പ്രയാസങ്ങളും പ്രത്യാഘാതം നമ്മൾ അനുഭവിച്ചതാണ്. ഇനിയും എന്തൊക്കെ വരാനുണ്ടെന്ന് അല്ലാഹു അഅലം. ഈ ശിക്ഷകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഈ അള്ളാഹുവും വിശുദ്ധ ഖുർആനും കൽപ്പിച്ചിട്ടുള്ള ഈ കൽപ്പനകളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്, നമ്മൾ കഴിവിന്റെ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇനി പറഞ്ഞിട്ടുള്ള ഈ പ്രശ്നം കുറെ അപ്പുറത്തിൽ നടന്ന ഒരു സംഭവമാണ്. അവിടെ ആ പെൺകുട്ടിക്ക് പോകാൻ വേറെ സ്കൂൾ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ തൊട്ടടുത്തുള്ള, നിങ്ങളുടെ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിന്റെ വിഷയം പറയട്ടെ. ഞാനിവിടെയുള്ള കോഹിനൂറിലെ മദ്രസയിൽ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ പഠിപ്പിച്ചിരുന്നു. അപ്പൊ അവിടെയുള്ള കുട്ടികളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ളുഹ്ർ നമസ്കരിക്കൽ, ഓരോ വക്തരെയും നമസ്കാരത്തെ കുറിച്ച് ചോദിച്ചു. അപ്പൊ ളുഹ്ർ നമസ്കാരത്തെ കുറിച്ച് കുട്ടികൾ പറയുന്നത് ളുഹ്ർ നമ്മൾ നമസ്കരിക്കാറില്ല എന്നുള്ളതാണ്. എന്താ കാരണം? ആ സ്കൂളിൽ നിന്ന് ളുഹ്ർ നമസ്കരിക്കാൻ സമ്മതിക്കൂല, ഉച്ച സമയത്ത് നമസ്കരിക്കാൻ വിടൂല എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ തൊട്ടടുത്തുള്ള ക്രിസ്ത്യൻ സ്കൂളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സ്കൂള് നമ്മുടെ തൊട്ടടുത്ത് ഉണ്ടായിരിക്കുമ്പോ, അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടുള്ള ഈ ഒരു നാട്ടിൽ വരെ സ്കൂളുകൾ ആ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിലൊന്ന് ഇടപെടാനോ അതിനെക്കുറിച്ച് സംസാരിക്കാനോ നമ്മുടെ കൂടുതൽ എത്ര ആളുകൾ തയ്യാറായിട്ടുണ്ട്? ഇനി അതല്ലെങ്കിൽ ചുരുങ്ങിയത് ഏറ്റവും മിനിമം ആ സ്കൂളിലേക്ക് പറഞ്ഞയക്കാതിരിക്കുകയും ചെയ്തൂടെ? വേറെ സ്കൂളൊന്നും ഇല്ലായിരുന്നിട്ടല്ലോ. ഈ സ്കൂളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യന്, മുസ്ലിമിന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത, അവൻ ഏത് അവസ്ഥയിലാണെങ്കിലും, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തേറ്റ് മരിച്ചു കിടക്കുന്ന മരിക്കാനായ അവസ്ഥയിൽ അസ്സലാത്ത് അസ്സലാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന അത്രയും പ്രധാനപ്പെട്ട നമസ്കാരം, യുദ്ധത്തിൽ വരെ ഒരിക്കലും ഒഴിവാക്കരുതെന്ന് പറഞ്ഞിട്ടുള്ള ആ നമസ്കാരം നിങ്ങൾക്ക് നമസ്കരിക്കാൻ പാടില്ല എന്ന് പരസ്യമായി പറയുന്ന ഒരു സ്കൂളിലേക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പറഞ്ഞയക്കുന്നു? ഇനി നിങ്ങൾക്ക് പറഞ്ഞയക്കൽ നിർബന്ധമാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ആ സ്കൂളിൽ പോയിട്ട് പെർമിഷൻ വാങ്ങുന്നില്ല? എവിടെയാണ് നമ്മുടെ ദീന് നിൽക്കുന്നത്? ഒരു മുസ്ലിമിന്റെയും കാഫിറിന്റെയും വേർതിരിക്കുന്ന കാര്യമാണ് സ്വലാത്ത് എന്ന് പറയുമ്പോൾ, നമ്മളെ കാഫിറാക്കാൻ കാരണമാക്കുന്ന നമസ്കാരം ഒഴിവാക്കുന്ന കാര്യത്തില് എന്തുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകുന്നു? സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ ചെറിയ സുഖത്തിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ കുറച്ച് പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായി കഴിഞ്ഞാൽ വൻ നഷ്ടമാണ്, വൻ ഖേദമാണ്, വൻ ദുഃഖമാണ് വരാനിരിക്കുന്നത് എന്നുള്ളത് മറക്കണ്ട. ഇതൊന്നും ഈ പളപളപ്പ്, ഈ ദുനിയാവിന്റെ പളപളപ്പിൽ, ഈ ദുനിയാവിന്റെ സുഖത്തിലും നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടില്ല. പക്ഷെ ഈ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തിൽ കൃത്യമായിട്ട് ഇത് ബോധ്യപ്പെടും. പക്ഷെ ബോധ്യപ്പെട്ടിട്ട് സങ്കടപ്പെട്ടൊരു കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിതത്തെ മാറ്റിയെടുക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.